വണ്ടിക്കൊരു നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഒന്ന് മതി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ലൊക്കേഷൻ കാണാമോ? മലരിക്കൽ. യെസ്, 3 ദിവസത്തേക്ക് അത് ആടൂല, വീട്ടിൽ കൊണ്ടേ വെള്ളത്തില് വെച്ചാടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആമ്പൽപ്പാടമായ മലരിക്കൽ ആമ്പൽപ്പാടത്തേക്ക് സ്വാഗതം. അയ്യോ, ഞങ്ങൾ 2 ബണ്ടിൽ വാങ്ങി ഫോട്ടോ എടുക്കാൻ. ഇതാ ഞങ്ങളുടെ വണ്ടി. ഇത്രയും തിരക്കുണ്ട് ഒരു വർക്കിംഗ് ഡേ ആയിട്ടും. അയ്യോ, എനിക്ക് അനങ്ങാൻ പറ്റില്ല. എന്നോട് അനങ്ങരുതെന്ന് പറഞ്ഞ ചേട്ടൻ. ഞാൻ ഫ്രണ്ടിലാ. ഞാൻ വിചാരിച്ച, പക്ഷെ ഇത് ഇങ്ങോട്ടായി പോയി. അയ്യോ, ഇത് നോക്കിക്കേ. അയ്യോ, അനങ്ങല്ലേ, അനങ്ങല്ലേ, ആരും അനങ്ങല്ലേ. വാവ്, നമ്മുടെ വഴി നോക്ക്. അയ്യോ, ഇത് ഭയങ്കര പ്രിറ്റി, ഭയങ്കര നല്ലൊരു കാഴ്ച കണ്ണിന്. എനിക്ക് ഇത്രയും സീറ്റേ ഉള്ളൂ. ഞാനൊന്ന് തുമ്മിയ വെള്ളത്തില്ല, അതുകൊണ്ട് ബാക്കിലുള്ളവർ. ഫ്രണ്ടില് ഭയങ്കര നല്ല വ്യൂ ആ, നിങ്ങൾ മാത്രം ഇല്ലെന്നുള്ളൂ. ഇതേത് കായലാ? അല്ല അല്ല, ഇത് പാടോന്ന് തോന്നുന്നു, കായലല്ലെന്ന് തോന്നുന്നു. അയ്യോ, വലിയ അമ്പൽപ്പൂക്കളും. അങ്കിലേ 2 ബണ്ടിൽ വാങ്ങിച്ചത് നന്നായി. 2 ബണ്ടിൽ വാങ്ങിച്ചത് ശരിയല്ലേ? ഞാൻ വീഴൂ. ഇതൊന്നും അല്ലെന്ന് മെയിൻ സ്ഥലം. ഇനി മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. അനങ്ങല്ലേ. பூக்களே சற்று ஓய்வெடுங்கள், அவள் வந்து விட்டாள், அவள் வந்து விட்டாள். അവൾ വന്ന് വിട്ടാൾ, അവൾ വന്ന് വിട്ടാൾ. ഈ സമയത്ത് മാത്രമേ ഇവിടെ ആമ്പലുള്ളൂ. ബാക്കി നവംബർ ഡിസംബറിലൊക്കെ ഇവിടെ ഞാറ് നടുന്നു. ഞാറ്. നമ്മൾ നടുക്കിലേക്ക് കയറി. ഇതുണ്ടാ, അപ്പൊ നമ്മുടെ ചുറ്റും അമ്പല. ഇതിന് വലിയ ആഴമൊന്നുമില്ലെന്ന്, ഒരു 5 അടിയൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു പൂ മൊട്ടിട്ടിട്ടുണ്ട്. ഷാൽ വി പ്ലക്ക്? പൊട്ടിച്ചു. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടുടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ നിൻ കവിള് കണ്ട് മറ്റൊരു താമരക്കാട്. പിന്നെ നിൻ കവിള്
ഇതുണ്ടോ, ഞങ്ങൾ പൊസിഷൻ മാറി. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഞാൻ ഏറ്റവും ബാക്കിലായി. ഞാനും ചേട്ടനല്ലേ, ബിനു ചേട്ടൻ. ആ, ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. എന്റെ പേര് മിസ്ന. കുറച്ച് കുറച്ച് പുതിയത്, ഒരു 29 വർഷം പഴക്കമുള്ളൂ. ഞാൻ പൊട്ടിച്ച താമരത്തണ്ട്, താമരമുട്ടും എന്തോ കൂടി ചേർത്തൊരു പ്രയോഗം ഉണ്ട് അരച്ച്. പനിമതി മുഗീബാലേ. ആ ഡയലോഗ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞങ്ങള് സീറ്റ്സ് ഒക്കെ റീഅറേഞ്ച് ചെയ്ത് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു. പാട് പാട്. എന്തോരമാണെന്ന് ഈ വീഡിയോയിലൊന്നും മനസ്സിലാവൂല. കണ്ടുകൊണ്ട് നേരിട്ട് മനസ്സിലാക്കണം. തിരിച്ചെത്തി ഞങ്ങൾ കയറിയ സ്ഥലത്ത്. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്, കോർ മെമ്മറി. വണ്ടി ബാക്കോട്ട് മൊബൈലൊക്കെ നോക്കി കീശയിൽ വെക്കാണ്ട് യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. കിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ സ്ഥലമാണിത്, കാർഗീൻ. ഞങ്ങള് പാമ്പാടി വഴി വന്നപ്പോ എന്റെ അങ്കിതയുടെയും കോളേജ്, കോളേജിൽ കയറി. മറാന ഹോസ്റ്റൽ, മെജസ്റ്റിക്. ആറൈറ്റി പഠിക്കുമ്പോ ഇതായിരുന്നു എന്റെ ഹോസ്റ്റല്, പായ്പ്ര. നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തി, അഞ്ചുകുഴി വാട്ടർഫോൾസ്. അതൊരു ടെമ്പിളിനോട് ചേർന്നിട്ടുള്ള വാട്ടർഫോൾസ്. ഇപ്പൊ റീൽസിൽ ട്രെൻഡ് ആയിട്ടില്ലേ? പഞ്ചതീർത്ഥ പരാശക്തി ദേവി കേന്ദ്രം. ഒന്നുകൂടി. പഞ്ചതീർത്ഥി പരാശക്തി ദേവി ക്ഷേത്രം. പക്ഷെ ഗൂഗിൾ മാപ്പിലൊക്കെ അഞ്ചുകുഴി വാട്ടർഫോൾസ്, അഞ്ചുകുഴി അമ്പലത്തിന്റെ പേര് അങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ കിടക്കുന്നത്. അങ്ങനെ നോക്കി വായോ. അങ്ങനെയുള്ള സ്പോട്ടല്ല. വാവ്, ഭയങ്കര രസമുള്ള വെള്ളം. നിങ്ങൾ കാണാൻ റെട്രോയിലെ സൂര്യനെ പോലെ ഇരിക്കണം. ആ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മാമഴത്തുള്ളികൾ മണിമുത്തു ചാർത്തു നീ സുന്ദരി പെണ്ണാം പൂന്തേൻകുഴൈ. താമരത്തോണിയിൽ തുഴയുകയാണു നാം തങ്കനിലാവിൻ തൂവൽ തുമ്പാൽ. ആയിരം ചിറകുള്ള മോഹങ്ങളെ, ആയിരം ചിറകുള്ള മോഹങ്ങളെ, അമ്പിളി വെച്ച വിളക്കുമായി മാനത്തെ അമ്പല കൽപ്പഴവിൽ അന്തിക്കൊരഞ്ജന താരക പെണ്ണിന്റെ ആതിരപ്പാട്ടുണ്ട്. നമ്മൾ വണ്ടി വെച്ചതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെത്തി. ഇപ്പുറത്തെ സൈഡിലാണ് പ്രതിഷ്ഠ ഉള്ളത്, പഞ്ചവനം. അവിടെ പ്രതിഷ്ഠ ഉണ്ട്.
ബില്ലടയ്ക്കാൻ പൈസ ഇല്ല. ഞങ്ങൾ പൊറോട്ട ഒരു പൈനാപ്പിൾ തോട്ടം. ചെറിയ ഗ്രാമം പാവാടൊക്കെ പറഞ്ഞു. സൺഷൈൻ ഉണ്ടായിരുന്നില്ല, ഇതുണ്ടായിരുന്നെങ്കിൽ. അയ്യോ, വണ്ടി പോകുമ്പോ രണ്ടുപേരും നമ്മളോട് ലിഫ്റ്റ് ചോദിച്ചു. നമുക്ക് അവരോട് എവിടെ പോകണം ചോദിക്കാം. യെസ്, എങ്ങോട്ടാ പോന്നേ? എങ്ങോട്ടാ പോന്നേ? ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഡ്രൈവറോട് ചോദിക്കട്ടെ. വെംബ്ലി ഫോൾസിലേക്ക് ലിഫ്റ്റ് കൊടുക്കാണോ? ഇല്ല, ബൈ. ഫോൾസ് വരെ പോവാ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ തേർഡ് ലൊക്കേഷനിലെത്തി. വെംബ്ലി ഫോൾസ്, ഇടുക്കി. വെംബ്ലി ഫോൾസിന്റെ അടുത്തുള്ള കുറച്ച് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിലേതോ ഇതൊരു ഹിഡൻ ജെമ്മാണ് ആക്ച്വലി. ഇവിടെ ആരും വന്ന് അറിവില്ല. ഇവിടെ ഇവന്റെ ഫ്രണ്ട് ഉണ്ട് വിവേകിന്റെ, അവര് പോലും ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി തിരിച്ചു കയറണവരാന്ന് നടത്തുമ്പോ ഇതിന്റെ ഹൈറ്റ് എനിക്ക് നിങ്ങളോട് എങ്ങനെ പറഞ്ഞെന്ന് അറിയില്ല. അത്രയും മുകളിലാണിത്. ഫുൾ വെള്ളം ആണ്. അപ്പൊ ഞാൻ ഷൂ കയ്യിൽ പിടിച്ചിട്ട് നടക്കുന്നേ. കാലിനൊക്കെ ഒരു മസാജ് പോലെ. ആദ്യമായിട്ടാണ് ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോണ വഴിക്കേ ഇങ്ങനെ വെള്ളമൊക്കെ കൊണ്ട് നനഞ്ഞ്. നമ്മളെത്താറായി. സോ ഗുഡ്. അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ നോക്ക്. ഇവിടെ നനച്ച് കുളിക്കായിരുന്നു നമുക്കിട്ടാ. ഞങ്ങൾ ആക്ച്വലി കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ കുളിക്കാൻ വേറെ സ്പോട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് പോന്നു. പക്ഷെ ഇത് കണ്ടിട്ട് കൊതിയാവണ്. തണുത്ത വെള്ളം, ഭയങ്കര സേഫ് വാട്ടർഫോൾ ആണ്. വെള്ളപ്പാറ വാട്ടർഫോൾ. ആര് വേണേലും വായോ അല്ലേ? ആ, സേഫ് അല്ലേ? ബോയ്സ് അർമാദിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. ഇനി അടുത്ത ലൊക്കേഷൻ. അടുത്ത ലൊക്കേഷനിലെത്തി. വെംബ്ലി ഫോൾസ്. ഓ, ഇവിടെ ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. ഇനി നനയാൻ വയ്യാത്തോണ്ട് ഇവിടെ സ്റ്റക്കായി. അങ്കിതൊക്കെ പോണോ? ആ, നമ്മൾ ആവശ്യത്തിന് വെള്ളം കണ്ടു. പക്ഷെ വെറുതെ നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ക്രോസ് ചെയ്തു. ആ, തരാം. എന്റെ കന്നഡ കണ്ടു, അങ്കിതയുടെ കന്നഡ കണ്ടു. ഇത് രണ്ടും സച്ചിന്റെയാ. ഇതും പ്രൈവറ്റ് വാട്ടർഫോൾ ആണെന്നാണ് സച്ചിൻ പറയുന്നത്. ഇത് ഇച്ചിരി ഫേമസാ. ഇത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആരും ഇല്ലാത്തതാന്ന് തോന്നുന്നു. അയ്യോ, ഇത് കുറച്ചുകൂടി സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു ഇരിക്കാനൊക്കെ. ഭയങ്കര ഫോളാണ് അവിടെ. മാത്രമല്ല നല്ല ബുളും 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 തെറിക്കുന്ന വെള്ളം. കൊള്ളാം. സൂപ്പർ സൂപ്പർ സൂപ്പർ. മോണിക്ക, മോണിക്ക, മോണിക്ക.
ജുംബൊക്കെ ജുംബൊക്കെ ജും 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 ജും. അയ്യോ വീഡിയോ ഓൺ ആക്കിയില്ല കേട്ടോ. ഡ്രോ മേടിച്ചത് ഒരു വെള്ളച്ചാട്ടം കണ്ടോ? അതിൽ ഏതെങ്കിലും പള്ളി. നമ്മുടെ 1 day ട്രിപ്പിന്റെ ഫൈനൽ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ആൻഡ് ദാറ്റ്സ് ഇലവീഴ പൂഞ്ചിറ. സൗബിൻ്റെ സിനിമ ഉണ്ടല്ലേ, മനുഷ്യനെ കുക്ക് ചെയ്യണ. മേളിൽ നല്ല തണുപ്പാന്ന് സച്ചിൻ പറയുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണേ. പക്ഷെ നല്ല തണുപ്പ്. പൊക്കോ പൊക്കോ. കൊറേ കയറി അവിടൊന്ന് ഇവിടം വരെ എത്തി. ഈ പോസ്റ്റ് ഉണ്ടില്ലേ, ഇതുപോലത്തെ ഒരു 8 എണ്ണം കണ്ടും പറഞ്ഞൊരെണ്ണം കൂടി ഉണ്ട്. സൺസെറ്റ് ആവാറായി. നല്ല രസം. സൺസെറ്റായി. എടാ എടാ എടാ. ആ ഓ, ഇത് ഏതാ ജില്ല? കോട്ടയം. കോട്ടയം കാണാം, ഇടുക്കിയും കാണാം, എറണാകുളം കാണാൻ പറ്റുന്നതാണ്. സിനിമയില് ജീപ്പ് വരണ പോയിന്റ്. ഒരെണ്ണോടിയുള്ളൂ എന്ന് പറഞ്ഞ് ഇവനെന്നെ ചതിക്കണാണ് ഗൈസ്. നോക്കുമ്പോ പിന്നെ 2 എണ്ണം തൂണും. ഇതാണ് ഇലവീഴ പൂഞ്ചിറ ഗൈസ്. മരം ചുറ്റുമുണ്ട്, പക്ഷെ അത്ര കാറ്റാണ് ഇവിടെ നിന്നല്ലേ പറഞ്ഞത്. അങ്ങനെ എന്തോ അല്ലേ? വീഴില്ല. ഇല്ല, അതിൽ വീഴില്ല, പറന്നിറക്കും. അയ്യോ, പണ്ട് സൗബിൻ ഇരുന്ന സ്ഥലമൊന്നും അല്ല ഇപ്പം. ഇതുപോലത്തെ വീടാണ് പോലീസുകാർക്ക്. അവിടെ ആരോ മിക്സിയിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ആ ബങ്കർ. 7:10 സമയം 7:10. ഇതാണ് നമ്മുടെ സൗബിൻ ഷാർ നായകനായ ഇലവിഴിഞ്ച പൂഞ്ചിറ എന്ന സിനിമയിലെ ആ സ്പോട്ട്, ആ ബങ്കർ. ഇതൊരു പോലീസ് വയർലെസ് സ്റ്റേഷനാണ്. കോട പോകുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് ക്യാമറ ഫ്രണ്ടിൽ കൂടെ കോട പോവുക. ഇതാണ് ഇലവിഴിഞ്ച പൂഞ്ചിറയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്പോട്ട്. അതാണ് ഏറ്റവും ഡേഞ്ചർ. ഇപ്പൊ കാണാൻ പറ്റില്ലേ? ഇതാണ് നമ്മുടെ ഇതാണ്. അങ്ങോട്ട് പോകാം. അപ്പൊ നമുക്ക് വാട്ട്സ് ഇൻ മൈ ബങ്കർ. ഇത് സ്റ്റേഷനാണ്, പോലീസ് സ്റ്റേഷനാണ്. ബങ്കർ. ഇവിടെ ഉമ്മാർ ഓരോന്ന് എഴുതി വെച്ചേക്കോ. ഡേഞ്ചർ ബോയ്സ്. ഓ ഡേഞ്ചർ. ഇവിടെ ഓരോന്ന് എഴുതി വെച്ചേക്കോ. അഷാദ് ലവ് ലക്ഷാദ് സിറിൽ ഉള്ളിലേക്ക് പോകും. ഇതിന്റെ അകത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോലീസ് വയർലെസ് സ്റ്റേഷൻ ഇലവിഴിഞ്ചി പൂഞ്ചിറ കോട്ടയം. ഓക്കെ, ഇതിന്റെ അകത്താണ് സൗബിൻ വെട്ടി കറി വെക്കുന്നത്. വാ കേറി. അയ്യോ അയ്യോ അയ്യോ, ഇതിന്റെ അകത്ത് വവ്വാൽ എന്തോ ഉണ്ട്. ഇങ്ങനെ പേടിക്കണം, ആണിക്കണ്ട വില. നമുക്ക് അങ്ങോട്ട് കയത്തോട്ട് കയറാം. നീ കേറ്. കണ്ടോ ഇതിന്റെ അകത്ത് വവ്വാലൊക്കെ ഉണ്ട് കേട്ടോ, ഉപയോഗശൂന്യമായ. ഇവിടെ ഗ്യാസ് സ്റ്റവ് കാണോ? ഇവിടാണ് ഇറച്ചിക്കറി ഉണ്ടാക്കിയത്. വവ്വാലുണ്ട്. മല ഇറങ്ങുകയാണ്. അങ്കിതയുടെ ചെരുപ്പ് പൊട്ടി. സോ അങ്കിത ഹാവ് എ സബ്സ്റ്റിറ്റ്യൂഷൻ. കാരണം കല്ലും മുള്ളും ചവിട്ടി നടന്നു വളരാത്ത കുട്ടിയാണ്. അപ്പൊ നമ്മൾ അതുപോലെ കെയർ ചെയ്യണം. ഞാനൊക്കെ പിന്നെ ഫുൾ ടൈം മണ്ണും കാടും. ഉമ്മാടെ വീട്ടില് വളർന്നപ്പോ കുരുത്തം കെട്ട